Hello my dear students, welcome to SAS EduShack. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള രണ്ടാമത്തെ റെവല്യൂഷൻ, ദാറ്റ് ഈസ് ഫ്രഞ്ച് റെവല്യൂഷൻ. അതായത് നമ്മുടെ ക്വാർട്ടർലി എക്സാം മുതൽ പബ്ലിക് എക്സാം വരെയുള്ള കംപ്ലീറ്റ് എക്സാംസിലും നമുക്ക് എസ്സേക്ക് സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഒരു റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ. സോ വളരെയധികം ഇവൺ എസ്സേ ആയിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഇവൺ എക്സാമിന് എസ്സേ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ് ഓറിയന്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എങ്ങനെയാണെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ ഒരു ഏരിയ ഒരു കാരണവശാലും മിസ്സാവില്ല. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് റെവല്യൂഷൻ മാത്രമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ച് തറവാക്കിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പോരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഫ്രഞ്ച് റെവല്യൂഷൻ നോക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ പറയുന്ന നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന സെയിം പോയിന്റ്സിനെ വെച്ചുകൊണ്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. സോ ഫ്രീ ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ചാനൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു. ആ ക്ലാസ്സിന്റെ വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എനിവേ, അപ്പോൾ നമുക്ക് ഇന്ന് അധികം വൈകാണ്ട് ക്ലാസ്സിലേക്ക് കിടക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. സോ ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷന്റെ കാരണമാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. ദ ഫ്രഞ്ച് റെവല്യൂഷന്റെ കോസസ്. ഓക്കെ, സോ അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള റൂളാണ്. ഏകാധിപത്യ ഭരണമാണ് ഫ്രഞ്ച് ചക്രവർത്തിമാർ എല്ലാവരും തന്നെ ഫോളോ ചെയ്തിരുന്നത്. Then the luxurious and extravagant life of the kings, luxurious ആയിട്ടുള്ള ലൈഫ്, ആഡംബരപൂർണമായിട്ടുള്ളത് അല്ലെ, ഭയങ്കര എക്സ്ട്രാവാഗന്റ് ആയിട്ടുള്ള ലൈഫൊക്കെയാണ് അവിടുത്തെ രാജാക്കന്മാർ ഫോളോ ചെയ്തിരുന്നത്. ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി എവിടെ പ്രിവെയിൽഡ് ആയിരുന്നു? ഈ പറയുന്ന ഫ്രഞ്ച് സൊസൈറ്റിയിൽ നിലനിന്നിരുന്നു. സോഷ്യൽ ലെവലിലായിക്കോട്ടെ, എക്കണോമിക് ലെവലിലായിക്കോട്ടെ, അവിടെ ഒരു അസമത്വം നിലനിന്നിരുന്നു. ആൻഡ് ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 strata. കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് സൊസൈറ്റി കംപ്ലീറ്റ് ആയിട്ട് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന 3 സ്ട്രാറ്റ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? എസ്റ്റേറ്റ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് ഇപ്പൊ നമുക്കൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടല്ല എസ്സേ ചോദിക്കാറ്. അതിന് താഴത്തെ ഹിന്റുകളും തരും. അപ്പൊ അതിൽ കോസസ് ഉണ്ടാവും, അതേപോലെ തന്നെ എസ്റ്റേറ്റ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ റിസൾട്ട് ഉണ്ടാവും. ഇങ്ങനെ അടങ്ങുന്ന ഹിന്റുകളെല്ലാം അടങ്ങിയിട്ടാണ് തരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി ബെറ്റർ. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് റെവല്യൂഷന്റെ കോസസ് എന്തൊക്കെയായിരുന്നു? ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള റൂൾ ആയിരുന്നു, ലക്ഷൂറിയസ് ആൻഡ് എക്സ്ട്രാവാഗന്റ് ലൈഫ് ഓഫ് കിങ്സ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി, ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 strata ആൻഡ് ദേ വർ നോൺ ആസ് ദി എസ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് സൊസൈറ്റി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എസ്റ്റേറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. അപ്പൊ അതിൽ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരാളുള്ളത്? ക്ലർജി. ഓക്കെ, ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരാണ്? ക്ലർജി. സോ അവരുടെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് എസ്റ്റേറ്റിന്റെ ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, വലിയ തോതിലുള്ള ലാൻഡ് ഏരിയ ഇവർക്കുണ്ട്. ആൻഡ് ദേ കളക്റ്റഡ് ദ ടാക്സ് കാൾഡ് തിത്തേ ഫ്രം ദ ഫാമേഴ്സ്. ഫാർമേഴ്സിൽ നിന്നും തിത്തേ എന്നുള്ള പേരിൽ ടാക്സ് കളക്ട് ചെയ്തിരുന്നു. ആർ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. ഇവര് ഫാർമേഴ്സിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല? ടാക്സ് അടക്കേണ്ടതില്ല. ദേ കൺട്രോൾ ഹയർ പൊസിഷൻ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്. അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിലായിക്കോട്ടെ, മിലിറ്ററി പാർട്ടിലായിക്കോട്ടെ, ഇവർക്ക് എന്തായിരുന്നു? ഹയർ പൊസിഷൻസ് ആണ് ഇവർക്ക് കിട്ടിയിരുന്നത്. ആർക്ക്? ക്ലർജിക്ക്. അപ്പൊ എന്താ ക്ലർജിയുടെ പ്രത്യേകതകൾ? സോ വാസ്റ്റ് ലാൻഡ് ഉണ്ട്, അവർ തിത്തേ എന്ന് പറയുന്ന ടാക്സ് ഫാർമേഴ്സിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു. ഇവർക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിലും മിലിറ്ററി സർവീസിലും അവര് ഹൈ പൊസിഷൻ ഹെൽഡ് ചെയ്തിരുന്നു. സെക്കൻഡ് എസ്റ്റേറ്റിൽ ആരാളുള്ളത്? നൊബിലിറ്റി. സോ ദേ എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്. മിലിറ്ററി സർവീസിൽ ഇവർ എൻഗേജ് ചെയ്തിട്ടുണ്ട്. കളക്റ്റഡ് വേരിയസ് ടാക്സ് ഫ്രം ദ ഫാമേഴ്സ്. ഇവരും ഫാമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിരുന്നു. ആൻഡ് മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ്. ഇവർ കുറച്ച് വില്ലന്മാരാ. എന്താണ്? ഇവർ ഫാർമേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വേജ് ഒന്നും ഇല്ലാതെ, അതായത് കൂലി കൊടുക്കാതെ പണിയെടുപ്പിച്ചിരുന്നു. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. അവർ പണിയെടുപ്പിക്കും, കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കും, ടാക്സ് പലതരത്തിൽ കളക്ട് ചെയ്യും. പക്ഷെ ഇവർ ടാക്സ് അടക്കില്ല. a luxurious life, luxurious ആയിട്ടുള്ള ലൈഫ് ഇവരെ ലീഡ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ വാസ്റ്റ് ആയിട്ടുള്ള ലാൻഡും ഇവർക്കുണ്ട്. അപ്പൊ സെക്കൻഡ് എസ്റ്റേറ്റ് ക്ലിയർ അല്ലേ? ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലെ? ക്ലർജിയും നൊബിലിറ്റിയും ഫസ്റ്റ് എസ്റ്റേറ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റിലെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ ഇവിടെ സെക്കൻഡ് എസ്റ്റേറ്റിലെ നൊബിലിറ്റി ആണ്. then engaged in military service,
പലതരത്തിലുള്ള ടാക്സ് ഫാമേഴ്സിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ വിത്തൗട്ട് വേജിൽ ഫാമേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ് ലെഡ് ലക്ഷൂറിയസ് ലൈഫ് ഹെൽത്ത് വാസ് ലാൻഡ്. ഓക്കെ, ഇനി തേർഡ് എസ്റ്റേറ്റിൽ ആരാളുള്ളത്? അവിടെയാണ് നമ്മുടെ മിഡിൽ ക്ലാസ് വരുന്നത്. അവിടെ ട്രേഡേഴ്സ് ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ഒഫീഷ്യൽസ് ഉണ്ട്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, ഫാമേഴ്സ്, ക്രാഫ്റ്റ്സ്മാൻ, ഇങ്ങനെ അടങ്ങുന്ന എല്ലാ വിഭാഗം, സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഇതിൽ വരുന്നുണ്ട്. ഈ പറയുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന തേർഡ് എസ്റ്റേറ്റിൽ വരുന്നുണ്ട്. അവർക്ക് എന്താണ്? ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഒരു റോളും ഇല്ല. നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് ദേ പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി തൈലേ ടു ദി ഗവൺമെന്റ്. ഗവൺമെന്റിന് തൈലേ എന്നുള്ള പേരിൽ ടാക്സ് അടച്ചിരുന്നു. പക്ഷെ ഫസ്റ്റ് എസ്റ്റേറ്റില് ഫാർമേഴ്സിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന ടാക്സിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? തിത്തേ എന്നായിരുന്നു പേര്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ തൈലേ എന്നുള്ള പേരിൽ ഗവൺമെന്റിന് ടാക്സ് അടച്ചിരുന്നു. ആര്? മിഡിൽ ക്ലാസ്സുകാര്. ഇവർക്ക് ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ഉണ്ടായിരുന്നത്. പേ ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബൽസ്. ക്ലർജി എന്ന് പറയുന്ന ഫസ്റ്റ് എസ്റ്റേറ്റിനും നൊബിലിറ്റി എന്ന് പറയുന്ന സെക്കൻഡ് എസ്റ്റേറ്റിനും ഇവരെന്ത് ചെയ്തിരുന്നു? ടാക്സ് പേ ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഇവർക്ക് അഡ്മിനിസ്ട്രേഷനിലെ റോൾ ഇല്ല. തൈലേ എന്നുള്ള പേരിലുള്ള ടാക്സ്, ലാൻഡ് ടാക്സ് ആർക്കടച്ചു? ഗവൺമെന്റിന് അടച്ചു. ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. അതേപോലെ തന്നെ ക്ലർജിക്കും നോബൽസിനും ടാക്സ് അടച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവരുടെ ഐഡിയോളജീസ് ഓഫ് ദ തിങ്കേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ മെയിൻ ആയിട്ട് 3 പേരുടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ വോൾട്ടയറിന്റെ ആണ്. വോൾട്ടയർ എന്താ പറഞ്ഞത്? റിഡിക്യൂൾ ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. ക്ലർജി എന്ന് പറയുന്ന പ്രഭുക്കന്മാരുടെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം അദ്ദേഹം എന്ത് ചെയ്തു? പരിഹസിച്ചു. റിഡിക്യൂൾ ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. ദെൻ പ്രൊമോട്ടഡ് റേഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം. ഈ പറയുന്ന ഐഡിയൽസ് എല്ലാം എന്ത് ചെയ്തു? അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ വോൾട്ടയർ പറഞ്ഞ കുറച്ച് ഐഡിയോളജീസ്. ഇനി നമ്മുടെ റൂസോയുടെ കേസ് നോക്കാം. ഇതാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്. ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്താണത്? മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. എന്താണ്? മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്, പക്ഷേ എവ്രിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. പക്ഷേ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എടുത്തു കഴിഞ്ഞാലും അവൻ എവിടെയാണ്? ചങ്ങലകളിലാണ്. ഓക്കെ, അപ്പൊ ഇത് ആരുടെ വാക്കുകളാണ്? ഈ സ്റ്റേറ്റ്മെന്റ് ആരുടെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന് 1 വേർഡ് ക്വസ്റ്റൻ ആയിട്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. മാൻ ഇസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ് എന്ന് പറഞ്ഞത് റൂസോ ആണ്. ഡിക്ലെയർ ദാറ്റ് പീപ്പിൾ ആർ ദി സോവറീൻ. ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് റൂസോ പറഞ്ഞു. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് റൂസോ മുന്നോട്ട് വെച്ചത്. ഇനി നമ്മുടെ മോntesquieu നോക്കാം. സോ എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. ജനാധിപത്യവും അതേപോലെ റിപ്പബ്ലിക്കും എൻകറേജ് ചെയ്തു. സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഇൻടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഈ പറയുന്ന ഗവൺമെന്റിന്റെ അധികാരത്തെ ഡിവൈഡ് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്തത് ആരാ? നമ്മുടെ മോntesquieu ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ തിങ്കേഴ്സിന്റെ ഐഡിയോളജീസ് ആയി. ഇനി നമുക്ക് ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഇവന്റ്സ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പൊ അവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മൾ കോസസ് പഠിച്ചു, അതിനുശേഷം ഫ്രഞ്ച് സൊസൈറ്റിയിലെ 3 പാർട്ടുകൾ, 3 എസ്റ്റേറ്റുകൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ നോക്കിയത് എന്തായിരുന്നു? ഐഡിയോളജീസ് ഓഫ് ദി തിങ്കേഴ്സ് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവന്റ്സ്. ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ദ ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്ക്വാണ്ടർ of Bourbon kings, clergy and lords, and the frequent wars they waged, along with the frequent spells of drought and crop failure, brought the France to the brink of bankruptcy. എന്താണ്? ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ്, ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം. സ്ക്വാൻഡർ ഓഫ് ദ ബോർബൺ കിങ്സ്. എന്താണ്? ദൂർത്തടിച്ചുള്ള ജീവിതം. ആരുടെ? ഈ പറയുന്ന ബോർബൺ കിങ്സിന്റെ. ക്ലർജി ആൻഡ് ലോർഡ്സ്, കിങ്സിന്റെ മാത്രമല്ല ക്ലർജിയുടെയും ലോർഡ്സിന്റെയും ഒക്കെ. അതേപോലെ തന്നെ അവര് നടത്തിയ ഫ്രീക്വന്റ് ആയിട്ടുള്ള യുദ്ധങ്ങൾ, along with the frequent spells of drought and crop failure. ഇത് കൂടാതെ എന്താണ്? വരൾച്ചയും അതേപോലെ തന്നെ ക്രോപ്പ് ഫെയിലിയർ, വിളനാശവും, ഇതെല്ലാം എന്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു? ഫ്രാൻസിനെ ഒരു കടക്കെണിയിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങൾ? ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫും, സ്ക്വാൻഡർ ഓഫ് ദ ബോർബൺ കിങ്സ്, ക്ലർജി, ലോർഡ്സ്, ഇതെല്ലാം. അതേപോലെ തന്നെ ഫ്രീക്വന്റ് വാർസ്, അതേപോലെ തന്നെ ഫ്രീക്വന്റ് സ്പെൽസ് ഓഫ് ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ, ഇതെല്ലാം ഫ്രാൻസിനെ ഇവിടെ കൊണ്ടുചെന്ന് എത്തിച്ചു? കടക്കെണിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. സോ ദ ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് given to American colonies in the American War of Independence also aggravated the financial crisis in France. ഇനി ഇത് മാത്രമല്ല കാരണം,
ഫ്രാൻസിന്റെ ഫിനാൻഷ്യൽ ക്രൈസിസിന്. സോ ഫൈനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് അമേരിക്കൻ കോളനീസിന്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ആ ഒരു വാർ നടക്കുന്ന സമയത്ത് ഇവർ ഫിനാൻഷ്യൽ സപ്പോർട്ട് അതേപോലെ മിലിറ്ററി അസിസ്റ്റൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോഴും നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒന്നുകൂടി ഫ്രാൻസിലെ കൂടി. ടു ലെവി ദ ന്യൂ ടാക്സസ് അപ്പോൺ ദ കോമണേഴ്സ്, ലൂയിസ് 16 സമ്മോൺ ദ സ്റ്റേറ്റ്സ് ജനറൽ. അപ്പൊ ഈ പറയുന്ന കടക്കണി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നോരണമല്ലോ. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്തു, കോമൺ പീപ്പിളുടെ തലയിൽ പുതിയ ടാക്സ് കെട്ടിവെക്കാൻ ആര് തീരുമാനിച്ചു? നമ്മുടെ ലൂയിസ് 16 തീരുമാനിച്ചു. അങ്ങനെ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുകൂട്ടി. എന്താണ് ഈ സ്റ്റേറ്റ്സ് ജനറൽ? നമ്മുടെ ഫ്രഞ്ച് പാർലമെന്റ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്റ്റേറ്റ്സ് ജനറൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ ലൂയിസ് 16 സമ്മോൺ ദ സ്റ്റേറ്റ്സ് ജനറൽ, ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദി റെപ്രസെന്റേറ്റീവ്സ് ഫ്രം all the 3 states in 1789. അപ്പൊ 1789 സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി. ആരാ വിളിച്ചുകൂട്ടിയത്? നമ്മുടെ ലൂയിസ് 16 വിളിച്ചുകൂട്ടി. ഓക്കെ. ഇനി സിമിലർ ടു ദ ഫ്രഞ്ച് സൊസൈറ്റി, സ്റ്റേറ്റ്സ് ജനറലിനും എത്രയുണ്ട്? 3 എസ്റ്റേറ്റുകളുണ്ട്. ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞില്ലേ, ക്ലർജി, നൊബിലിറ്റി, മിഡിൽ മാൻ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇവിടെയും ഫ്രഞ്ച് സൊസൈറ്റി പോലെ തന്നെ സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകളുണ്ട്. ഓക്കെ. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ് ജനറലിൽ എന്ത് രീതിയാണ് ഫോളോ ചെയ്തിരുന്നതെന്നറിയോ? ട്രഡീഷണലി ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് 1 വോട്ട്. ഓരോ എസ്റ്റേറ്റിനും 3 എസ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, 1, 2, 3 എന്ന് പറഞ്ഞ 3 എസ്റ്റേറ്റുകളുണ്ട്. പക്ഷെ ഇവിടെ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ആസ് എ റിസൾട്ട് ദ നൊബിലിറ്റി ആൻഡ് ദ ക്ലർജി കുഡ് ഓൾവേസ് ഓവർറൂൾ ദ തേർഡ് എസ്റ്റേറ്റ്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഫസ്റ്റത്തെ ക്ലർജിയാണ്, രണ്ടാമത്തെ നൊബിലിറ്റിയാണ്. ഇവർക്ക് എല്ലാ തരത്തിലുള്ള അവകാശവും കിട്ടി. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ എന്തായി, മൂന്നാമത്തെ വിഭാഗം തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഫസ്റ്റ് 2 എസ്റ്റേറ്റ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം. ഫസ്റ്റ് 2 എസ്റ്റേറ്റുകാർ പറഞ്ഞു അത് തന്നെ മതി. എന്താണോ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്തിരുന്നത്, ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നല്ലേ, അത് മതി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ തേർഡ് എസ്റ്റേറ്റ് അതായത് കോമൺസ് എന്ത് പറഞ്ഞു, ഡിമാൻഡഡ് ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ഓൾ ദി 3 എസ്റ്റേറ്റ്സ്. ഓരോ മെമ്പറിനും ഓരോ വോട്ട് എന്ന് പറയുന്നത്, ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നുള്ളതിന് പകരം ഓരോ ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം വേണം എന്ന് പറഞ്ഞു. കാരണം എന്താ, ഏറ്റവും കൂടുതൽ മെമ്പർ ഉള്ളത് ക്ലർജിയിലോ നൊബിലിറ്റിയിലോ ആണോ? അല്ല, കോമണേഴ്സ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അവർക്ക് ഓവർ റൂൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ഡിമാൻഡ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഡിമാൻഡ് മുന്നേറ്റി വെച്ചത്. അപ്പൊ ആർഗ്യുമെന്റ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർഡ് ദെംസെൽസ് അറ്റ് ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. അപ്പൊ തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് പറഞ്ഞു, നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് എന്ന് സ്വയം അങ്ങോട്ട് ഡിക്ലെയർ ചെയ്തു. Okay, they assembled in the tennis court nearby and swore not to leave until they had framed a constitution of France. അവർ എന്ത് ചെയ്തു, അവർ ആർഗ്യുമെന്റ്സ് നടക്കുന്ന സമയത്ത് അവർ അതിൻ്റെ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുചേർന്നിട്ട് അവർ പറഞ്ഞു ഇനി ഫ്രാൻസിന് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് കഴിയുന്നത് വരെ അവരിവിടെ വിട്ടു പോവില്ല എന്ന് തീരുമാനിച്ചു. ദാറ്റ് ഈസ് നോൺ ആസ് ദ ടെന്നീസ് കോർട്ട് ഓത്ത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആർഗ്യുമെന്റ്സ് നടക്കുന്ന സമയത്ത് തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു അവരാണ് നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് എന്ന്. സോ ദേ അസംബിൾഡ് ഇൻ ദ ടെന്നീസ് കോർട്ട് നിയർബൈ ആൻഡ് swore not to leave until they had framed a constitution of France. ഫ്രാൻസിന് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് വരെ അവർ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു. This event is known as the tennis court oath. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ബാക്കി ഇനി എന്താ നടക്കുന്നത്. അങ്ങനെ 14th July 1789 revolutionaries stormed with the slogan liberty, equality and fraternity. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഒരു സ്ലോഗനെ മുന്നോട്ട് വെച്ചുകൊണ്ട് റെവല്യൂഷണറീസ് എന്ത് ചെയ്തു, demolished the Bastille prison, the symbol of Bourbon monarchy. ബോർബൺ മൊണാർക്കിയുടെ പ്രതികാരമായിരുന്ന ബാസ്റ്റേൽ prison ഇവർ അങ്ങോട്ട് തകർത്തു. ഏത് സ്ലോഗൻ മുന്നോട്ട് വെച്ചിട്ടാണ് തകർക്കുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റർണിറ്റി. ഇതിനെയാണ് ദിസ് ഇവന്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി കമൻസ്മെന്റ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഇതാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ തുടക്കമായിട്ട് അറിയപ്പെടുന്ന ഒരു ഇവന്റ്. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. ബാസ്റ്റേൽ പ്രിസന്റെ തകർച്ച, ഡിമോളിഷൻ ഓഫ് ബാസ്റ്റേൽ പ്രിസൺ, ദ സിംബൽ ഓഫ് ബോർബൺ മൊണാർക്കി. അത് ഏത് സ്ലോഗൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റർണിറ്റി. ദിസ് ഇവന്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി കമൻസ്മെന്റ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ഇനി
അങ്ങനെ 12th August 1789 നാഷണൽ അസംബ്ലി പാസ് ചെയ്തു എന്ത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺസ്, അതായത് മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ നമ്മുടെ നാഷണൽ അസംബ്ലി പാസ്സാക്കി. എന്നാണ് 12th August 1789. അങ്ങനെ ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ 1789 ആയപ്പോൾ thousands of women marched from Paris to the palace of Versailles with the slogan "Give us bread", ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറയുന്ന സ്ലോഗൻ മുന്നോട്ട് വെച്ചുകൊണ്ട് പാരീസിൽ നിന്നും വേഴ്സായിൽസ് പാലസിലേക്ക് എന്ത് ചെയ്തു, ഒരു മാർച്ച് നടത്തി. ഓക്കെ, അങ്ങനെ സെപ്റ്റംബർ 1792 അതായത് ഒരു 2-3 വർഷത്തിന് ശേഷം ദ നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലെയിംഡ് ഫ്രാൻസ് as a republic. അങ്ങനെ ഫ്രാൻസ് റിപ്പബ്ലിക് ആയ വർഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1792. അപ്പൊ ശരിക്കും ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങിയത്, ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഇയർ? 1789. അപ്പൊ നാഷണൽ കൺവെൻഷൻ എന്നാണ് ഫ്രാൻസിനെ റിപ്പബ്ലിക് ആയി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1792. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം. When France sneezes, the rest of Europe catches cold. Who said that and why? അപ്പൊ ഇതൊരു ഫേമസ് ആയിട്ടുള്ള കോട്ടിംഗ് ആണ്. ആരാ പറഞ്ഞത്? ദ ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിക് പറഞ്ഞ വാക്കുകളാണ് ഇത്. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിക് പറഞ്ഞ വാക്കുകളാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? When France sneezes, ഫ്രാൻസ് തുമ്മിയാൽ the rest of Europe catches cold. അപ്പോ ഉള്ള യൂറോപ്പിന് ആകമാനം എന്ത് പിടിപെടും? ജലദോഷം പിടിപെടുന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും? So because the French Revolution spread the ideas of equality, liberty and fraternity all over the world. ലോകം മുഴുവൻ ഈ ഒരു ഐഡിയ സ്പ്രെഡ് ചെയ്തു, അതാണ് കാരണം. And the rulers in Europe were afraid of it. പക്ഷേ യൂറോപ്പിലെ റൂളേഴ്സ് എന്താ, ഈ പറയുന്ന ഐഡിയാസിനെ ഭയങ്കരമായും പേടിച്ചിരുന്നു. ഓക്കെ, so the French Revolution spread the ideas of equality, liberty and fraternity all over the world. And the rulers in Europe were afraid of it. Okay, അപ്പൊ ഇതൊക്കെയാണ് ഇവന്റ്സ്. അപ്പൊ ഇവന്റ്സ് എന്തൊക്കെയാന്ന് കിട്ടി. ഇനി നമ്മുടെ ഈ പറയുന്ന ഗോൾസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ നമുക്ക് നോക്കണ്ടേ. എന്തൊക്കെയായിരുന്നു ലക്ഷ്യം, അല്ലെങ്കിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പൊ ദാ മെയിൻ എയിം എന്ന് പറയുന്നത് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റർണിറ്റി were the aims of the French Revolution. ഫ്രഞ്ച് റവല്യൂഷന്റെ എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം ഇത് കൈക്കലാക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റഡ് all the later revolutions in the world. ഓക്കെ, പിന്നീടുള്ള ലോകത്ത് നടന്ന റവല്യൂഷൻസിനെ എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്തു. എൻഡഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഫ്യൂഡൽ സിസ്റ്റം അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, ത്രട്ടൻഡ് ദി ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. ഓട്ടോക്രാറ്റിക് റൂളേഴ്സിന്റെ ആ ഒരു ഭരണത്തെ തന്നെ ഒരു അടിമുടി എന്തായി ഇളക്കി മറിക്കാൻ തുടങ്ങി. proclaimed that nation is not merely a region but the people. ഒരു നേഷൻ എന്ന് പറയുന്നത് ഒരു റീജിയൻ മാത്രമല്ല, അവിടുത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. contribute the concept of people's sovereignty. people's sovereignty, ജനങ്ങളുടെ പരമാധികാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. and led to the emergence of nationalism. nationalism എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ എമർജൻസിനെ വഴിവെച്ചു. and helped the growth of the middle class. മിഡിൽ ക്ലാസിന്റെ വളർച്ചയ്ക്ക് കാരണമായി. spread the ideas equality, liberty and fraternity. ഓക്കെ, അപ്പൊ എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇൻഫ്ലുവൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് എന്താണ് ഈ പോയിന്റ്സ് തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഗോൾസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്തൊക്കെയാണെന്ന് ക്ലിയർ അല്ലേ? സോ മെയിൻ എയിം എന്ന് പറയുന്നത് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റർണിറ്റി were the aims of French Revolution. അപ്പൊ ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റർ റവല്യൂഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഫ്യൂഡൽ സിസ്റ്റം എൻഡ് ചെയ്തു. യൂറോപ്പിലെ ഓട്ടോക്രാറ്റിക് റൂളേഴ്സിനെ ത്രെട്ടൻഡ് ആയി. അതേപോലെ തന്നെ നേഷൻ എന്ന് പറയുന്ന ഒരു റീജിയൻ അല്ല, പക്ഷെ പീപ്പിൾ ആണെന്ന് പറഞ്ഞു. അതേപോലെ പീപ്പിൾസ് സോവറിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. നാഷണലിസം എമർജ് ചെയ്തു. മിഡിൽ ക്ലാസിന്റെ ഗ്രോത്തിന് കാരണമായി. then spread the ideas of equality, liberty and fraternity. What are the provisions of the Declaration of Human Rights which was passed by the National Assembly of France after the French Revolution? അപ്പൊ അത് എന്തൊക്കെയാണ് പ്രൊവിഷൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡിക്ലറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. സോ മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട് അതില്. അതേപോലെ തന്നെ ദ എയിം ഓഫ് ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഈസ് ദ പ്രിസർവേഷൻ ഓഫ് ദി നാച്ചുറൽ ആൻഡ് ഇൻഡിവിസിബിൾ റൈറ്റ് ഓഫ് മാൻ. അതായത് എല്ലാ പൊളിറ്റിക്കൽ അസോസിയേഷൻസിന്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ആയിട്ടും ഇൻഡിവിസിബിളും ആയിട്ടുള്ള അവകാശങ്ങൾ മനുഷ്യനുണ്ട്, അതിന്റെ പ്രിസർവേഷൻ ആണ്.
and these rights are liberty, property, security and resistance to oppression. അപ്പോൾ ഇതെല്ലാമാണ് ആ ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത്. So the principle of all sovereignty resides essentially in the nation. എല്ലാ sovereignty, എല്ലാ പരമാധികാരവും എവിടെയാണ് റിസൈഡ് ചെയ്തിരിക്കുന്നത്? essentially in the nationലാണ്. And liberty consists in the freedom to do everything which injures no one else. liberty എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? so freedom to do everything, നമുക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, which injures no one else. പക്ഷെ നമുക്ക് എന്തെല്ലാം ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലോ അവരെ ഇഞ്ചർ ചെയ്യുന്ന തരത്തിലോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. so laws can only prohibit such actions as are hurtful to the society. പക്ഷെ ചില നിയമങ്ങളുണ്ട്, എന്താണ്, മറ്റുള്ളവരെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്. ഓക്കെ, സോ ക്ലിയർ അല്ലേ മക്കളെ? What are the features of Napoleon Bonaparte's reign? ഇനി നമ്മുടെ ഈ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒരു പാർട്ടിലേക്ക് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ എൻട്രി ആണ്. അപ്പൊ എന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്സ് ഓട്ടോക്രാറ്റിക് റൂൾ ഇൻ ഫ്രാൻസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഫ്രം 1799 ഓൺവേർഡ്സ്. അപ്പൊ 1799 മുതലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിന്റെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള റൂള് ഫ്രാൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് 1799 സോ ഇൻ ഫ്രാൻസ് നാഷണലിസം strengthened during the reign of Napoleon. നെപ്പോളിയന്റെ ഭരണകാലഘട്ടത്തിലാണ് സോ നാഷണലിസം ഈ ഫ്രാൻസിൽ ഭയങ്കര ശക്തമായിട്ട് ഉണ്ടായത്. വൺ ബൈ വൺ ഹി ഇൻവേഡഡ് ദി അതർ യൂറോപ്യൻ കൺട്രീസ്. അദ്ദേഹം ഒന്നിനു പുറകെ ഒന്നായി എന്ത് ചെയ്തു? മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അദ്ദേഹം പിടിച്ചെടുത്തു. ദി യൂറോപ്യൻ കൺട്രീസ് ഫിയർഡ് ദാറ്റ് ദി റീഫോംസ് ഓഫ് നെപ്പോളിയൻ വുഡ് സ്പ്രെഡ് ഓൾ ഓവർ യൂറോപ്പ്. അപ്പൊ യൂറോപ്പ് മുഴുവൻ ഈ പറയുന്ന നെപ്പോളിയന്റെ റീഫോംസ് എങ്ങാനും സ്പ്രെഡ് ആവുമോ എന്നുള്ള പേടി ആർക്കുണ്ടായിരുന്നു? യൂറോപ്യൻ കൺട്രീസിനെല്ലാം ഉണ്ടായിരുന്നു. നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദി യൂറോപ്യൻ അലയൻസ് ഇൻ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ നെപ്പോളിയനെ എന്ത് ചെയ്തു? ഡിഫീറ്റ് ചെയ്തു. ആര്? യൂറോപ്യൻ അലയൻസ്. ഏത് ബാറ്റിൽ വെച്ചിട്ടാണ്? ബാറ്റിൽ ഓഫ് വാട്ടർലൂ. ആൻഡ് ലോസ്റ്റ് ഹിസ് പവർ ഇൻ 1815 അദ്ദേഹത്തിന്റെ അവകാശം അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നാണ് ഫ്രാൻസിന്റെ ഓട്ടോക്രാറ്റിക് റൂൾ അധികാരം ഏറ്റെടുത്തത്? 1799 പറഞ്ഞു. അതോട് കൂടിയിട്ടാണ് നാഷണലിസം ഫ്രാൻസിൽ ശക്തമായത് എന്ന് പറഞ്ഞു. വൺ ബൈ വൺ അദ്ദേഹം എന്ത് ചെയ്തു? മറ്റു യൂറോപ്യൻ കൺട്രീസിനെ എല്ലാം ഇൻവൈഡ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിന് അദ്ദേഹത്തെ പേടിയായിരുന്നു, അദ്ദേഹത്തിന്റെ റീഫോംസ് യൂറോപ്പ് മുഴുവൻ സ്പ്രെഡ് ആവുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ യൂറോപ്യൻ അലയൻസ് നെപ്പോളിയനെ ഡിഫീറ്റ് ചെയ്തത് ബാറ്റിൽ ഓഫ് വാട്ടർലൂയിലൂടെയാണ്. അങ്ങനെ 1815 വാട്ടർലൂയോടുകൂടി അദ്ദേഹത്തിന്റെ ഓക്കെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പാർട്ട് എത്തി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഓഫ് നെപ്പോളിയൻ. നമുക്ക് മൂവ് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്താണെന്നുള്ളത് നോക്കാം. സോ ഫാമേഴ്സ് were made the owners of land. ലാൻഡിന്റെ ഓണേഴ്സ് ആയിട്ട് ആരെ മാറ്റി? ഫാമേഴ്സിനെ മാറ്റി. ആൻഡ് exercised states control over the clergy. Then formed sinking fund. So with the aim to avoid public debt അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് കൊണ്ടുവന്നു? സിങ്കിങ് ഫണ്ട് കൊണ്ടുവന്നു. പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുകടം, അത് ഒഴിവാക്കാനായിട്ട് സിങ്കിങ് ഫണ്ട് കൊണ്ടുവന്നു. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. ഓക്കെ, ഫിനാൻസ് സെൻട്രലൈസ് ചെയ്യാനായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് റോഡുകൾ നിർമ്മിച്ചു. ആൻഡ് പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് ദി എക്സിസ്റ്റിംഗ് ലോസ്. ഓൾറെഡി അവിടെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു, അതിനെല്ലാം കോഡിഫൈ ചെയ്തിട്ട് ഒരു ന്യൂ കോഡ് ഓഫ് ലോയും കൊണ്ടുവന്നു. അപ്പൊ ഈ പറയുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 4 മാർക്കിനൊക്കെ നമുക്ക് ഇത് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഇനി എസ്സേയുടെ പാർട്ടിൽ ഒരു ഹിന്റിന്റെ പാർട്ടിലും എന്തുണ്ടാവും? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ചുരുങ്ങിയത് 4 പോയിന്റ് എങ്കിലും കമ്പൽസറി ആയിട്ട് എല്ലാവരും പഠിച്ചോളാം കേട്ടോ. എനിവേ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയ റെവല്യൂഷൻ ആണ് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. അപ്പൊ അതിൽ ഏകദേശം നമുക്ക് ഒരൊറ്റ ഏരിയ മാത്രമാണ് അതിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. ആര് വന്നു, ആര് കീഴടക്കി, ദെൻ അവിടെ ലീഡേഴ്സ് ആരൊക്കെയാണ്, ഏത് രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്, ഇത്ര മാത്രമേ നമുക്ക് ആ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളൂ.
അപ്പം നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ്റെ എല്ലാ ഏരിയാസും കോഴ്സസ് ആയിക്കോട്ടെ, ഈ പറയുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ റിഫോംസ് ആയിക്കോട്ടെ, ഫ്രഞ്ച് സൊസൈറ്റി ആയിക്കോട്ടെ, എസ്റ്റേറ്റ്സ് ആയിക്കോട്ടെ, ദെൻ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ഫ്രഞ്ച് റവല്യൂഷൻ, ഇതെല്ലാം ഈ ഓരോ ഏരിയാസും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവരും പഠിച്ച് ഓക്കെ ആക്കി വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിന് മുൻപായിട്ട് എല്ലാവരും ഫ്രഞ്ച് റവല്യൂഷൻ ക്ലിയർ ആക്കി വെക്കുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് ക്ലാസ് റിലേറ്റഡ് വിത്ത് ദി ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യില്ലേ, കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് 30 മുമ്പായിട്ട് നമ്മൾ ഈ പറയുന്ന ക്വാർട്ടർലിയുടെ 7 പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അപ്പോൾ ജോഗ്രഫി ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ രണ്ടാമത്തെ റവല്യൂഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതാ അധികം വൈകാണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ വരുന്നതായിരിക്കും. എനിവേ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് സെഷൻ. See you in another fun-filled session of SAS EduShack. Till then, thank you and have a nice day. Bye-bye.